നീ ഏതായാലും എന്നോട് വർത്തമാനം പറയാൻ വെച്ച നേരമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പോയി തിന്നട്ടെ. ഞാൻ ഒത്തും നിന്നിട്ടില്ല, ബാങ്ക് കൊടുക്കാനായിക്കണ്. പിന്നെ നീ വേറെ കാര്യം പറയാനുള്ളത്, കുട്ടത്തോളം വലിച്ചു വാരിയിട്ട് പള്ള പുള്ളാക്കിയിട്ട് ബെഡ്മ പോയിട്ട് കൗന്നറക്കാൻ നിക്കണ്ട. ഒന്നാണ് കണ്ണി പോത്തി നേരം വെളുത്ത്. അച്ഛനെ മണി 4 മണി കഴിഞ്ഞല്ലോ. ആഴ്ചയും ഗുൾസൊക്കെ എന്നോട് പറഞ്ഞു ഇജൊക്കെ നേരത്തെ നീക്കണം, എനിക്കൊന്ന് വിളിച്ചണോന്ന്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരിക്കണ തൊളിച്ചോട് ഫോണ് സൈലന്റ് ആക്കി കിടന്നാ ഞാൻ വിളിച്ചാൽ കിട്ടൂലെന്ന്. ഏതായാലും ഒന്ന് വിളിച്ചോട്ടെ, ആഴ്ച തന്നെ വിളിച്ചോക്കാം. അല്ല അയച്ചോ, ഇജ്ജ് നീച്ചിട്ടില്ലേ? അയക്ക് എന്റെ സൗണ്ട് കേട്ടപ്പോ തന്നെ മനസ്സിലായിക്കോ ഇജ്ജ് നീച്ചിക്കണേന്ന്. ഒന്നാരന്റെ ആഴ്ച വേണമെങ്കിൽ പോയിട്ട് എന്തെങ്കിലും പോയി മുടങ്ങിക്കോ. ബാങ്ക് കൊടുക്കാനായിക്കണേ. ഇജ്ജ് എന്ത് കഥയാ ഇജ്ജ് ഇന്നോട് പറഞ്ഞത്? ഇജ്ജ് നീക്കാണെങ്കിൽ എനിക്കൊന്ന് വിളിക്കണമെന്ന്. ഇപ്പൊ ഞാൻ നീച്ചതിന്റെ 4 മണി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോയിട്ട് എന്തി തിന്നോ. ഇപ്പൊ നല്ല സുഖല്ലേ? സ്കൂൾ മാത്രല്ലേ ഉള്ളൂ, മദ്രസ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഒരു 8 മണിക്ക് 7 മണിക്കൊക്കെ നീച്ചാലേ അകത്തിലൊക്കെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കലക്കി പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചാൽ മതി. ആ ഓർമ്മയിൽ കേൾക്കാൻ നിൽക്കണ്ട, വേഗം നീച്ചോ. ഇനിയേ ഞാനേ കുസൂറൊന്ന് വിളിക്കാണ്ട്. ഓളിന്നോട് പറഞ്ഞേന്. ഏതായാലും ഇജ്ജേ നല്ല പള്ള അടിച്ച് നല്ല തിന്നു, നല്ല വെള്ളം കുടിച്ചോണ്ട്. ഇപ്പൊ ചൂടാണ്, നമ്മളെ അന്തം വിട്ട ചൂടാണ്. ആരൊക്കെ വിൽക്കാന്ന് നിക്കാൻ അറിയില്ല. ഏതായാലും ഞാൻ നോക്കുന്നുണ്ട്, എവിടെ വീണ് കിടക്കാന്ന് എനിക്കറിയില്ല. ഞാൻ എവിടെയെങ്കിലൊക്കെ വീണ് കിടക്കുകയാണെങ്കിൽ ഒന്നൊന്ന് വന്നോണ്ടി കണ്ടോണ്ടി. എല്ലാപ്പത്ത പറയാ ഞാന്. ഇപ്പത്തെ ചൂടും നോമ്പും ഒക്കെ നല്ല ഉസാറാക്കി തന്നിക്കണ്. നീ ഏതായാലും എന്നോട് വർത്തമാനം പറയാൻ വെച്ച നേരമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പോയി തിന്നട്ടെ. ഞാൻ ഒത്തും നിന്നിട്ടില്ല, ബാങ്ക് കൊടുക്കാനായിക്കണ്. പിന്നെ നീ വേറെ കാര്യം പറയാനുള്ളത്, കുട്ടത്തോളം വലിച്ചു വാരിയിട്ട് പള്ള ഫുള്ളാക്കിയിട്ട് ബെഡ്മ പോയിട്ട് കൗന്നറക്കാൻ നിക്കണ്ട. പോയിട്ട് ബാങ്ക് കൊടുക്കണ പോയിട്ട് മുസാഫ് എടുത്തിട്ട് കൊണ്ട് ഓദിക്കോ. എന്നിട്ട് ബാങ്ക് കൊടുത്ത പാടാണ് നിസ്കരിച്ചിട്ട് അവളെ പഠിച്ചാനെ പോയി കിടന്നോ. ഇതൊക്കെ ഉണ്ടാവുള്ളൂ നാളെ മരിച്ചു പോകുമ്പോ. അല്ലാണ്ട് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കണ്ടവരൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കുറ്റം കുറവൊക്കെ നമ്മള് കണ്ടുപിടിച്ചില്ലേ. ഇനി അതൊക്കെ നിർത്തുക. നീ ഈ റമളാന് 30 അവരാരെ പേരയില് ഇരുന്നിട്ട് എടുക്കുന്ന പണി എടുത്ത് മരക്കളെ സഹായിച്ച് മുസാഫ് തുറന്നു വെച്ചിട്ടാണ്ട് ഓടിക്കൂടി. ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി ഏതായാലേ ഞാൻ വെക്കുകയാണ്. നീ പോയിട്ട് ഒന്ന് കുസു ഒന്ന് വെച്ചോക്കട്ടെ. അപ്പൊ ഇവിടെ വിളിച്ചോന്ന് വെച്ചറിയില്ല. ഏതായാലും വിളിക്കേണ്ട കടമ ഇന്റെ അല്ല, അത് വിളിച്ചോക്കട്ടെ. എന്നാ നീ വെച്ചാൽ അസ്സലാമലൈക്കും. ആയിക്കോട്ടെ. പഠിച്ചോനെ ഇനി കുസുവിനും കൂടി വിളിക്കുമ്പോഴത്തേക്ക് നേരം കജ്ജോ റബ്ബേ. ഏതായാലും പമ്പത്തോട് പറഞ്ഞല്ലേ, ഒന്ന് വിളിച്ചാക്കാം. ഓള് നീ നീച്ചുമോ ഇല്ലെന്ന് അറിയില്ലല്ലോ. ഏതായാലും ഒന്ന് വിളിച്ചോക്കാം. പഠിച്ചോനെ കുളിച്ച് വിളിക്കണിയല്ലോ, എന്തായാവോ? പഠിച്ചോൻ 4:30 മണിയായി, കുളിച്ച് എടുക്കണില്ലേ മക്കളെ? കുളിച്ച് അന്തം വിട്ടിട്ട് ഇപ്പൊ ഓളെ പേരിൽ ഏസിയും വെച്ചിക്കണാല. നല്ല രസമായി. ഏസിനെ തണുപ്പം പൊടിച്ചിട്ട് നല്ല ഉസാറാക്കി കിടന്നുണ്ടാവും. ആട് കിടക്കട്ടെ, നേരം വെളുത്തിട്ട് ഇനി വിളിച്ചു നോക്കാം എന്തായിന്ന്. ഏതായാലും ഇനി ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല. കുളിച്ച് നല്ല പുഴപ്പം പൊടിയിട്ട് കിടന്ന് ഉസാറാക്കി കിടന്നുറങ്ങുണ്ടാവും. അപ്പൊ ഏതായാലും ഞാനുള്ള നേരം ഇനി കഴിച്ചു കൂട്ടണ്ട. 4:30 മണി കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ തിന്നട്ടെ. നല്ലോണം വെള്ളം കുടിച്ചോണി മക്കളെ. ഇപ്പത്തെ ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. വയസ്സന്മാർക്കായിക്കോട്ടെ ചെറുപ്പക്കാർക്കായിക്കോട്ടെ ആർക്കും ഇപ്പത്തെ ചൂടുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല. ആകാണ്ട് കുഴഞ്ഞ് ക്ഷീണം പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ അത്താഴത്തെ നീച്ച നല്ല ആവശ്യത്തിന് തിന്നിട്ട് നല്ലോണം വെള്ളമുണ്ട് കുടിച്ചോണ്ടി. നല്ല വെള്ളം കുടിച്ചോണ്ടി. നമ്മക്ക് പിന്നെ ഇപ്പത്തെ ചൂട് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാരും കാക്കട്ടെ. എല്ലാവർക്കും ക്ഷമ, അതേപോലെ ചൂടും എന്താ പറയാ ചൂടും എത്തിക്കാത്ത രീതിയിലുള്ള നോമ്പ് എല്ലാവർക്കും കണ്ട് കൊടുക്കട്ടെ. അത്രല്ലേ നമ്മളെ കൊണ്ട് കജ്ജുള്ളൂ പറയാണ്ട്. അപ്പൊ എല്ലാരും ഈ നോമ്പ് നോറ്റിട്ട് പട്ടിണി കിടന്നിട്ട് കാര്യമില്ലട്ടെ മക്കളെ. 5 വക്ത് നിസ്കരിച്ച് അള്ളാഹിനോട് ഈ മാസം നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ് നമുക്ക് അത് സഫലാക്കി തരും. അപ്പൊ നിങ്ങൾ കഴിയുന്ന ആൾക്കാര് നോമ്പ് എടുത്തോളി. അതേപോലെ അള്ളാഹിനോട് ഇബാദത്ത് എടുക്കാനും മറക്കണ്ട. അല്ലാണ്ട് നമ്മള് ഇബാദത്ത് എടുക്കാതെ നമ്മൾ നോമ്പ് നോറ്റി പട്ടിണി കിടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എല്ലാരും നോമ്പ് എടുക്കുക. പിന്നെ കജ്ജനൂര് ആണുങ്ങളും ത്രാവിക്ക് പോവുക, പെണ്ണുങ്ങൾ ത്രാവിക്ക് പെരെ നിസ്കരിക്കുക, കജ്ജനൂര് ചെയ്യുക. പിന്നെ എന്നോട് എനിക്ക് പറയാനുള്ളത് 10 വയസ്സിന്റെ മേലുള്ള കുട്ടികളെ കൊണ്ടൊക്കെ നോമ്പ് നോറ്റിക്കുക. നമ്മൾ 10 വയസ്സ് കഴിഞ്ഞാൽ അവരെ നിർബന്ധമായിട്ട് നമ്മൾ നോമ്പ് നോപ്പിക്കണം. നോമ്പ് നോപ്പിച്ചില്ലെങ്കിൽ അതിന്റെ ശിക്ഷ നമുക്കാണ്. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പൊ കഴിയുന്ന നേരം മുഴുവൻ വ്യക്തികളെ കൊണ്ട് നോമ്പ് ഒപ്പിക്കണ്ട. ഒന്നരാടിട്ടിട്ട് നോമ്പ് നോപ്പിക്കുക. ആദ്യമായിട്ട് നോമ്പ് എടുക്കുമ്പോ ഭയങ്കര കുഴപ്പം ചെയ്യുമ്പോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒന്നരാടൊക്കെ കുട്ടികളൊക്കെ നോമ്പ് ഒപ്പിക്കുക. അപ്പൊ എല്ലാവരും
എല്ലാരും നല്ല റാത്തായിട്ട് നോമ്പ് കൊടുക്കുക. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയില്ല. അപ്പൊ ഇത്ര തന്നെ ഉള്ളൂ പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എല്ലാരും പിന്നെ നിയത്തും വെച്ചിട്ട് റാത്തായിട്ട് നോമ്പ് നോറ്റോളിട്ടാ. അപ്പൊ ഇനി വേറെ ഒന്നും പറയാനില്ല. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.